കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പൂപ്പൻ ആടിയ എന്താ പറഞ്ഞൊന്ന് നോക്കട്ടെ. അപ്പൂപ്പൻ കുറെ ആടിയിട്ടുള്ളതാണ് മോളെ. നോക്കി നിക്കണ്ട ആട്ടടി. ഞാനോ? ആ പിന്നല്ലാടി ഞാനാ. ഈ അപ്പൂപ്പൻ ഇതെന്താ പറയുന്നേ? ഓട്ടടി കാന്താരി. പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ. ആട്ട്. അങ്ങനെ 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 അച്ചാച്ചല്ലേ ഇങ്ങനെ കുതിച്ചതേ ആ പ്ലാവിൻ്റെ എല്ലാം പറിക്കട്ടെ. പ്ലാവിൻ്റെ എല്ലാം പറിച്ചേരട്ടെ. പണ്ടൊക്കെ കൊറേ പറിച്ചതാ. അടിപൊളി. ഊഞ്ഞാലാടാണ്. ഊഞ്ഞാലാടാൻ പറ്റിയ പ്രായം. ഊഞ്ഞാലാടാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രായപൂർത്തി ആവണമെന്നുണ്ടോ ചേട്ടത്തിയെ? വേണ്ടടാ, ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ആൾക്കാർക്ക് ഊഞ്ഞാലാടാ. അല്ല, നീ എന്താണ് പതിവില്ലാതെ ഈ വഴിക്ക്? ചേട്ടന്റെ ഭാര്യ മക്കളെ ഓർക്കണുണ്ടാടാ. ഓർക്കണം ഓർക്കണം എപ്പോഴും ഓർത്ത് വെക്കും, പിന്നെ അങ്ങോട്ട് മറന്നുപോകും. ഇനി ഓർക്കാട്ടാ. ഓ, അവന്റെ ഒരു തമാശ. നിന്റെ ചേട്ടനെ പോയിട്ടുള്ളൂ, ചേട്ടന്റെ ഭാര്യ മക്കളൂടെ ജീവിച്ചിരിപ്പുണ്ട്. വല്ലപ്പോഴൊന്ന് ഫോൺ വിളിച്ചൊന്ന് അന്വേഷിച്ചൂടാ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായില്ല എന്നുള്ളത്. ശരി, ഇന്ന് ഞാനിവിടെ നിന്ന് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു ചോദിക്കാം ചേട്ടത്തിയും മക്കളും ജീവിച്ചിരിപ്പുണ്ടോ. പോരെ? നിന്റെ ഒരു തമാശക്കാരൻ. വാ തമാശക്കാരൻ, വാ അങ്ങോട്ട് അകത്തോട്ട് വാ. വാ തിന്നോട്ടാ. നീ ഇരിക്കി. ചായ എടുക്കട്ടെ? എടുക്കണോ? ഞാൻ കുടിച്ചാണെന്നേ. ദേവി എന്തേ? ദേവി അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. ദേവി, ദേവി. ചെറിയച്ഛൻ വന്നേക്കണ. വന്നേ. വരണു. ആ, പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? വിശേഷമൊന്നും പറയാതിരിക്കുന്നത് ഭേദം. കണ്ണന് സുഖമാണോ? ആ പിന്നെ പരമസുഖം. പുള്ളിക്കാരത്തിയാ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ചെറിയച്ഛ മോളെ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അതെന്താടി അങ്ങനെ ചോദിക്കണേ? അല്ല, എല്ലാ ദിവസവും ഇവിടെ വരുന്നോണ്ടേ. കൂടി അവിടെ. അല്ല, ചായ എടുക്കട്ടെ? വേണ്ടെന്നേ. ചായ കുടിക്കണില്ലേ? അവന് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജംഗ്ഷനിൽ നിന്ന് കുടിച്ചിട്ടാ പോന്നേ. എന്നാ കുറച്ച് വെള്ളമെങ്കിലും. വെള്ളമൊന്നും വേണ്ട, നീ അവിടെ നിക്ക്. ശരി, എന്നാ വേണ്ടെങ്കിൽ വേണ്ട. അല്ല, കണ്ണും വന്നെന്ന് കേട്ടല്ലോ. വന്ന്. എത്ര നാളായി വന്നിട്ട്? 2-3 മാസമായി. 3 മാസമായി? എന്നിട്ടാണ് അവൻ ഇവിടെ വരെ വരാതിരിക്കുന്നത്? അത് പിന്നെ ഈ പുറത്തുനിന്ന് വരുന്നവരല്ലേ, അവർക്ക് എല്ലാ കാര്യത്തിനും വലിയ തിരക്കാ. എന്നാലും ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും അവന് ചെയ്യാലോ. അല്ല, കണ്ണൻ എന്നിട്ട് എന്നാ പോകുന്നേ? അവന്റെ വിസയുടെ കാലാവധിയൊക്കെ തീർന്നാ പോകുന്നത്. ആണോ? പിന്നെ ഇനി അങ്ങോട്ട് പോണില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാന്നാ പരിപാടി. അത് നല്ലതാ. ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ പ്രായമായി വരെയല്ലേ, ഇവിടെ നിക്കട്ടെ കുറച്ചാള്. അതെ അതെ. ചെറിയമ്മ എന്ത് പറയണു? അവളുടെ പറച്ചിലാണല്ലോ അവിടത്തെ വിശേഷം. അതെന്തുറ്റി? മരുമോളും അമ്മായിമ്മയും ചേർന്നില്ല. അല്ലെങ്കിലും ചെറിയമ്മ ആരുമായിട്ടാ ചേരുന്നേ? ആരെങ്കിലും ആയിട്ട് ചേരുവോ? ചെറിയമ്മയുടെ നാക്ക് അത് ആലോചിക്കുമ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ പേടിയാ. ദേ ചെറിയച്ച, ഞാൻ ലക്ഷ്മിയെ കുറ്റം പറയത്തില്ല. ചെറിയമ്മ ആരുമായിട്ടാ ചേരുന്നേ? ചെറിയച്ഛനായിട്ട് ചേരുവോ? അത് പിന്നെ കുടുംബജീവിതമല്ലേ, ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിക്ക് കിടക്കും. ആരെങ്കിലും ഒന്ന് സഹിക്കണ്ടേ? അതെ. ഇപ്പൊ എന്താണ് അവിടുത്തെ പ്രശ്നം? ഇപ്പൊ മരുമോള് പറയാണ് അവൾക്ക് അവിടുത്തെ പൊറുതി മതിയായിരുന്നു, അവൾക്ക് വേറെ മാറി താമസിച്ചു പോണോന്ന്. അമ്പോ, നല്ല തല്ലി വെച്ചു കൊടുക്കണം അവക്കിട്ട്. മകളായ തല്ലായിരുന്നു, ഇത് മരുമകളായി പോയില്ലേ? അത് ശരിയാ. അല്ല, കണ്ണൻ എന്ത് പറഞ്ഞു വന്നിട്ട്? അവനും പറയണത് മാറി താമസിക്കാന്നാ. അവനും അങ്ങനെ തന്നെയാണ് പറയണത്. അയ്യോ, ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറി താമസിക്കാനാ? എങ്ങോട്ട് മാറി താമസിക്കാനാ? അതാ ഞാൻ വന്നതേ. പണ്ട് നിന്റെ അച്ഛൻ കടം കയറി എല്ലാം വിറ്റു തുളച്ചപ്പോൾ കയറിക്കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസിച്ചോളം പറഞ്ഞു. അന്ന് എനിക്ക് കയറി താമസിക്കാൻ ഭാര്യ വീടുള്ളതുകൊണ്ട് അന്നെങ്ങനെ പറഞ്ഞു. ഇന്നിപ്പോൾ കണ്ണൻ വാടകയ്ക്കൊക്കെ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വീടുള്ളപ്പോൾ അതിനെന്താ, കണ്ണൻ ഇവിടെ കയറി താമസിച്ചോട്ടെ. ഇത് ചെറിയച്ഛൻ്റെ വീടല്ലേ? ഞാൻ അമ്മയോട് എപ്പോഴും പറയാറുണ്ട്, അല്ലേ മേ? ഇന്നല്ലേ നാളെ ചെറിയച്ഛന് നമുക്ക് ഈ വീട് കൊടുക്കണം, ഇല്ലേ മേ? പറയാറില്ലേ? പറയാറുണ്ട് പറയാറുണ്ട്. അല്ല, നിങ്ങൾ ഈ വീട് വിട്ടു പോകാനൊന്നും പറയാനല്ല ഞാൻ വന്നത്. എൻ്റെ അവസ്ഥ പറഞ്ഞു എന്നുള്ളൂ. ദേവിക, അനന്തം വരാറില്ലേ? അങ്ങോട്ട് പോകാനുള്ള വല്ല ഇതൊക്കെ റെഡിയായോ? അവസാനം വന്നപ്പോഴത്തേനും അനന്തേട്ടൻ പറഞ്ഞത് വേഗം തന്നെ പോകാനുള്ളതല്ല ശരിയാവുന്ന. അല്ല, അത് നോക്കണ്ട ചെറിയച്ചാ. ഒരു വാടക വീട് എടുത്ത് മാറാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അനന്തേട്ടൻ അതെല്ലാം നോക്കിക്കോളും.
ഞാൻ വന്നത് വിഷമായ. ഇല്ല ചെറിയച്ച, അല്ല കണ്ണനോട് ഇങ്ങോട്ട് മാറാൻ തയ്യാറായിക്കോളാൻ പറ. പറയാം അല്ലേ? ആ അതെ പറഞ്ഞോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ അല്ല കഴിച്ചിട്ട് വേണ്ട, വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. മാറല്ലേ? വയ്യാണ്ടിരിക്കുമ്പോഴും ഒരാളും സഹായത്തിന് വരില്ല. പൈക്കള കാര്യത്തിന് അപ്പുണ്യാണ് വേണം. അപ്പുണ്ണിയേട്ടാ, എന്താ എങ്ങനെയുണ്ട് ഇപ്പോ? എന്ത് കഴുത്തും കൈയും ഒക്കെ? ആ കുഴപ്പമില്ല. കാലിലെ കെട്ട് ഞാൻ അഴിച്ചു, കൈയിൻ്റെ തന്നെ അഴിക്കും, കഴുത്തിന് മാത്രമാണ് കുഴപ്പം. ഒക്കെ നീ കാരണാ. നിനക്കൊന്നും പറയാറുന്നില്ല അമ്പിളിന്റെ പെണ്ണാന്ന്. ഞാൻ എങ്ങനെ പറയാനോ? എന്നെ കാണുമ്പോ ഒക്കെ അപ്പുണ്ണിയേട്ടൻ പേടിച്ചോടുമല്ലേ? ആ അത് നേരാ. എത്ര ചീത്ത എനിക്ക് കേട്ടെന്നറിയോ നീ കാരണം. എല്ലാരും കൂടി എന്നെ പൊട്ടനെ വില പൊട്ടനാക്കി. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ അപ്പുണ്ണിയേട്ടാ. ആ മനഃപൂർവ്വമല്ല. നീ ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് നോക്കാം. ഇതെന്താ ചെയ്യണേ? പായസം ഉണ്ടാക്കാണ്. പായസോ? ആ നന്ദിനിക്ക് രമണിക്കുള്ള പായസാണ്. ഞാനും ചെയ്യട്ടെ? ആ വേണ്ട, നീ അതിന് അമ്പിളി ഇന്ന അടുത്ത് വന്ന് എന്നെ നിന്നും ചീത്ത അറിയും. ഇല്ല, ഞാനും സഹായിക്കാം. വേണ്ടേ, മഴ നനയണ്ട, അകത്തേക്ക് പോകാം. ഇതൊക്കെ എനിക്ക് ശീല. ഇല്ല, അപ്പുണ്ണിയേട്ടന് കൈ വയ്യല്ലോ, ഞാൻ സഹായിക്കാം. അത് കുഴപ്പമില്ലെന്നേ. വേണ്ട, ഞാൻ ചെയ്തോളാം. ഇവിടെ നന്ദിനിയുടെ രമണിയുടെ കാര്യമൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. ഇവിടെ വേറെ ആരും സഹായിക്കാറില്ല? ആര്? പങ്കിയമ്മാവനൊക്കെ. ആ പങ്കിയമ്മാവൻ കാരണവരായിട്ട് ഇങ്ങനെ നടക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. നിലത്തുനിന്ന് ഒരു നാളികേരം കണ്ടാ എടുക്കൂല പങ്കിയമ്മാവൻ. എടാ പങ്കിയമ്മാവൻ. ഞാൻ സഹായിക്കാം കേട്ടോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അപ്പുണ്ണിയേട്ടന് കൈ വയ്യല്ലോ, ഞാൻ ചെയ്യാന്ന്. ഞാൻ ചെയ്താ കാണട്ടെ. എങ്ങനെയാ? ആ അങ്ങോട്ട് എടുത്തിരിക്കി. ഇങ്ങനെയാ? ആ വലത്തോട്ട്, ഇനി ഇടത്തോട്ടും. ഇങ്ങനെ? ആ രണ്ടു പുറത്തേക്ക് ചെയ്. ഇങ്ങനെയാണോ? അറിയാലോ. അപ്പൊ വീട്ടിൽ പശു ഉണ്ടായിരുന്നാ? പശു ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ മേടിച്ചേ? അപ്പുണ്ണിയേട്ടൻ പറഞ്ഞു തന്നെയല്ലേ. എന്നിട്ട് മേടിച്ചാ? ആ. ആഹാ, എന്നെ പിന്നെ സഹായിക്കാൻ ആരാന്നറിയോ? ആരാ? കുമാരിയാ. കുമാരിയോ? അതാരാ? കുമാരി അറിയില്ല? ഇല്ല. കുമാരി ഇവിടുത്തെ വീട്ടിലാ. തിരിയണ്ടാ? ആ ഇവിടുത്തെ വീട്ടിലുള്ള അവളിവിടെ അടുക്കളയിൽ അമ്മേനെ സഹായിക്കും, തൊഴുത്തിൽ എന്നെ സഹായിക്കും. ഒക്കെ പാലക്കാട് ഒരു കല്യാണത്തിന് വരിക, വരുമ്പോ കാണാട്ടോ. ആ അതെ, മഴ നീ പോക്കോ, ഞാൻ ചെയ്തോളാം. ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് പോവാ. വേണ്ട, നീ അമ്പിളി വഴക്ക് പറഞ്ഞല്ലേ. ഇല്ല ഇല്ല, അമ്പിളിക്കോട് ഞാൻ പറഞ്ഞോളാം. മഴ കൂടുതൽ ഞാൻ കൊടുത്തോളാം, കാടിവെള്ളം ഞാൻ കൊടുത്തോളാം. പൊക്കോ ചെല്ലിട്ടാ. കൈ നിരത്തിൽ കഴിക്കാം. ഇങ്ങോട്ട് കാണിക്കോ, ഇങ്ങോട്ട് കാണിക്കുക, അത് കളയരുത്, പശുവിനുള്ളതല്ലേ. ആ ആ അടുത്തേക്ക് പൊക്കോ, അകത്തേക്ക് പൊക്കോ, അകത്ത് പൊക്കോ. അപ്പുണ്ണിയുടെ മഴയുണ്ട്. ഞാൻ വന്നോളാം കുഴപ്പമില്ല. ആ പൊക്കോ. പൊക്കോന്ന് ഇനി എന്തിനു നിൽക്കണേ? ആദ്യമായിട്ടാ വീട്ടിലൊരാൾ കാടികളൊക്കെ കിടക്കണം. അതിന് മനുഷ്യപ്പെട്ടൊക്കെ ഉണ്ടെന്നാ തോന്നാം. നന്ദിനിയേ അല്ല അറിഞ്ഞത് ശരിയാ. അതേ
അത് അവനൊരു അബദ്ധം പറ്റിയതാ. ആ അവനുണ്ട്, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. ആ കല്യാണമായിട്ടൊന്ന് ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് ശനിയാഴ്ച ശേഷം അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ആ വിളിച്ച് പറയാം. ശരി എന്നാ, ശരി. സീതേ, നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്ന്. പിന്നെ നാട്ടുകാരെ അറിയണ്ടേ? അവരെന്താ ചെവിയും കണ്ണും മൂക്കൊക്കെ പൊത്തി പിടിച്ചോണ്ടിരിക്കുകയാണോ അറിയാണ്ടിരിക്കാൻ? അതുകൊള്ളാം. ഞാനാണല്ലോ എല്ലാവരോടും പറഞ്ഞു നടന്നത്. നിങ്ങളൊരൊറ്റ ഒരുത്തിന് അതിനെല്ലാം കാരണം. ചേട്ടാ, ഞാനെന്ത് തെറ്റിയതെന്നാ നീ പറയുന്നേ? പിള്ളേര് കൊച്ചായിരിക്കുമ്പോഴേ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു. സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇന്ന് പോകേണ്ട മക്കളെ വീട്ടിൽ ഇരുന്നോന്ന് ആണേ. ഒരു മുട്ടായി ചോദിക്കുമ്പോൾ 9 എണ്ണം മേടിച്ചു കൊടുക്കുമായിരുന്നു. ഒരു കളിപ്പാട്ടം പൊട്ടിയാലോ ഉടനെ ഓടും കടയിലോട്ട് അടുത്തത് മേടിക്കാനായിട്ട്. നല്ല അടി കൊടുത്ത് വളർത്തിയിരുന്നെങ്കിലേ ഇന്നിപ്പോ ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. അടി, അന്ന് പിള്ളേർ തെറ്റ് കാണിക്കുമ്പോൾ ഞാൻ ഒരു നുള്ളൊക്കെ കൊടുക്കുമ്പോൾ നീ അല്ലേ എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത്? എൻ്റെ പിള്ളേരുടെ തൊലിയൊക്കെ പിച്ച് പറിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം താ എന്നെ കുറ്റപ്പെടുത്തുന്നു. വന്നല്ലോ മൂത്ത ചേട്ടൻ. എടാ, നിനക്ക് നാണൻറാ ചേട്ടനെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ? ഞാൻ എന്ത് ചെയ്തു? നീ സമയത്തിന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവനിങ്ങനെ ചെയ്യുമായിരുന്നോ? എന്റെ അമ്മ, ഞാൻ പറഞ്ഞിട്ടാണോ അവൻ പെണ്ണിനെ പ്രേമിക്കാൻ പോയത് പിടിച്ചോണ്ട് വന്നതും? ആണോ? നീ വഴി മുടക്കി നിന്നോണ്ടല്ലേ അവൻ തങ്കാരിയെ നോക്കി പോയത്. എന്താ ഈ പറയണത്? എന്റെ കല്യാണം ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അവന്റെ ചേട്ടനല്ലേ? ഒരു വാക്ക് നീ ഇതിനെ പറ്റി അവനോട് ചോദിച്ചോ ഇതുവരെ? എന്താ ഈ പറയണ? എന്റെ പങ്കമ്മ, എന്റെ അമ്മയെ സംസാരിച്ചെന്നില്ല, പങ്കയോട് ചോദിച്ചോക്ക്. പങ്കിയേ, അതെ, ഈ കാര്യത്തിന് വേണ്ടി അനന്തം നല്ലോണം സംസാരിച്ച അവനോട്. ഇപ്പൊ ഈ പെണ്ണിനെ പിടിച്ചുവിടുന്ന ഇറങ്ങിയിട്ടില്ല. ഈ വീട് വരെ കത്തിക്കുന്ന എന്താ പറഞ്ഞതാ? എന്നിട്ട് എന്താ വീടൊന്നും കത്തിക്കില്ല അനന്തം എന്നുള്ളത് അമ്പിളിക്ക് അറിയാലോ. അവന്റെ ചെവിയിലേക്ക് അത് കയറിയില്ല. ഇല്ല എന്താ അമ്മേ, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോ നമ്മുടെ വീട്ടില് അടുപ്പ് പോഞ്ഞിട്ടില്ല, ഒരു കട്ടൻ ചായ ഇവിടുന്ന് കിട്ടിയില്ല, ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഒക്കെ പട്ടിണിയാണ്. ഇങ്ങനെ പട്ടിണിയായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുന്ന അമ്മ വിചാരിക്കുന്നു? നീ ശമ്പളക്കാരനാണല്ലോ, പോയി ഹോട്ടലിൽ നിന്ന് മേടിച്ചിരുന്നു. എന്റെ കാര്യം വിഷയമില്ല, അത് വിട്. ബാക്കി ആൾക്കാരില്ലേ ഇവിടെ? എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യ്, ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് ഓളോട് അടുക്കളയിൽ കയറാൻ പറയ്. ഇനി ഇപ്പൊ ഇവൻ പെണ്ണ് കെട്ടി കൊണ്ടുവന്നിട്ട് വേണം അപ്പൊ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് ചായ കുടിക്കാൻ. പങ്കിയെ, നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനാണ് ഇമ്മമാർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പൊ എന്റെ നെഞ്ചത്തേക്ക് കയറിക്കും. പറയണേനൊരു അർത്ഥം വേണ്ട. അമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ആൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുക, ഇഷ്ടപ്പെടുക, ചിലപ്പോൾ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ചെയ്യും. അതൊക്കെ ചെയ്യും. ഇത് നാട്ടിലെമ്പാടും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇത്ര വലിയ പുതുമയൊന്നുമില്ല. നമുക്കിപ്പോൾ അങ്ങനെ ഒരു സംഗതികൾ വന്നു പെട്ടു എന്ന് മാത്രം. ഇത് പത്രത്തിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അമ്മത് പത്രവും വായിക്കില്ല, ന്യൂസും അറിയില്ല, ഒരു ലോകവിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി നമുക്കതാണ്ട് അംഗീകരിക്കാം. അതാ നല്ലത്. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ലമ്മേ. അമ്മ നല്ല സ്നേഹത്തോടു കൂടി ആ കുട്ടിയോട് പെരുമാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സന്തോഷമാവും, നമ്മുടെ കുടുംബവും നല്ല രീതിയിൽ പോകും. നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? മിണ്ടരുത്, ഇറങ്ങിപ്പോയതിന്റെ മുമ്പിൽ നിന്ന്. ബലരാമേട്ടാ, നിങ്ങൾ പട്ടിണി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ കയറാൻ പോവാ. പക്ഷേ വല്ല അവളുമാരും എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വരുമോ, ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയോ ചെയ്താ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മനസ്സിലായല്ലോ? ഇതൊക്കെ എന്തിനാ ഇവള് എന്നോട് പറയുന്നേ?
അനന്താ അനന്തോ എന്താണ്? ഇത് നല്ലോണം വേദനിച്ചോ? അല്ല, വേദനിക്കാണ്ടിരിക്കോ? ഈ ജാതി അടിച്ച എന്താ മനുഷ്യന്മാരുടെ സ്ഥിതി? ഇങ്ങനെയൊക്കെ തല്ലാൻ പാടുണ്ടോ? ചേച്ചി നമ്മള് വിചാരിച്ച പോലെ അല്ല എന്താ? അമ്മയെ പറ്റി ഞാൻ ഒന്നും വിചാരിച്ചില്ല. വിചാരിച്ചില്ലേ? പക്ഷെ ഇങ്ങനെ ഒരു അടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്നാലും എന്തൊരു അടിയായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും പോത്ത് പോലെ പോകുന്നൊരു മനുഷ്യനല്ലേ, അത് മാനിക്കണ്ടേ? 40-40 വയസ്സായി, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അതും ഒരു ഗസറ്റഡ് ഓഫീസറാണ്. തഞ്ചാവൊക്കെ അറിയോ? ഞാൻ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ആളുകളെ എഴുന്നേറ്റ് നിൽക്കും. എനിക്കറിയാലോ. ആ ആളെയാണ് ഈ വക അടിയടിച്ചത്. ആരും കേട്ടെന്ന് തോന്നി. മോശമാണ്. അല്ല, കണ്ണിനോ വല്ലതും പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ആലോചിക്കണതേ, ഇതിപ്പോ ഇങ്ങനെ നീട്ടി കൊണ്ടിട്ട് എന്താ കാര്യം? എത്ര നാളിച്ചിട്ടാ ചേച്ചി ഇപ്പൊ ആ പെണ്ണിനായിട്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കുക? എന്തേലും ആയിക്കോട്ടെ, ഞാൻ ഒന്നിനുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാടാ? കുടുംബല്ലേ ഇത്? ഓ, പറ്റിയ കുടുംബം. ഞാൻ ആലോചിക്കണതേ, ഒന്നുകൂടി ഒന്ന് ഉപദേശിച്ചു നോക്കിയാലോ എന്നാ. ആരോ ഉപദേശിക്കണ്? അമ്മയെ ഉപദേശിക്കാനാ? ഞാനൊന്നുമില്ല ഉപദേശിക്കാൻ. തന്നെ പോയാണ്ട് ഉപദേശിച്ചാൽ മതി. നീ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോ, ഒരു കയ്യ കാലത്തിൽ മാറി നിന്നോ, ഇല്ലെങ്കിൽ കണ്ണോ പല്ലോ പോവും. പല്ലളിയോ നിന്റെ? എൻ്റെ പല്ലൊന്നും ഇളകിയിട്ടില്ല. അടിച്ചടിച്ചിട്ട് പ്രാക്ടീസ് കൂടുമ്പോഴേ ആളുകൾക്ക് ശക്തി കൂടും, അതുകൊണ്ട് പറഞ്ഞാണ്. അനന്താ, മക്കള് ചെന്ന് കാര്യം പറയണ പോലെ അവല് ആങ്ങളെ ചെന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് ഞാൻ ഇത് നിന്നോട് പറയണത്. നീ വിചാരിച്ച കാര്യം നടക്കും. എൻ്റെ പൊന്നമ്മാവ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഞാനല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയോട്. ഉണ്ടോ? ഇനിയിപ്പോൾ അമ്മയും ഷാഹിനിയും തമ്മിലുള്ള അകൽച്ച കുറയണമെങ്കിൽ ഈ ഷാഹിനയുടെ മുകളിൽ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിമ്പതി വരണം. ആ സിമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ഒരു ഇത്തിരി സ്നേഹം ഇവളോടുണ്ടാവുള്ളൂ. അതിന് പറ്റിയ ഒരു സന്ദർഭം ഉണ്ടാവണം ആദ്യം. ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാന്ന്. അത് ജെന്യുവിനാണെന്ന് അമ്മയ്ക്ക് തോന്നണം. അങ്ങനെ തോന്നിയാൽ മാത്രമേ ഈ പറയുന്ന കാര്യം നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. അല്ല, സന്ദർഭം അങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചിട്ട് ഇപ്പൊ എത്ര കാലിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുക സന്ദർഭത്തിന്? അത് ഉണ്ടാവും. അല്ലാതെ ഞാൻ ഇനി പോയിട്ട് തല്ലോളണം? അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിച്ച അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്തോ, ഇവിടെ ഇരുന്നുണ്ടായിക്കോ, നന്നായിട്ട് ആലോചിച്ചോ. ആവും പിന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കേൾക്കാം. ഇടപെടില്ല. ഓക്കെ? എന്താ മോനെ ആലോചിക്കണം? അല്ലടാ, അതെ, അനന്തം പറഞ്ഞതിനാണ് ശരി. ഇപ്പോ ഷാഹിനോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സ്നേഹോ സിമ്പതിയൊക്കെ തോന്നണമെങ്കിലേ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കണം. അതല്ലാതെ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ വെച്ച് അങ്ങോട്ട് കൊണ്ട് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ് എനിക്ക്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്നെ കൊണ്ട് ആയത് പരമാവധി അവളെ കൊണ്ട് പറയിപ്പിച്ച് നോക്കി, ഞാൻ ചെയ്ത്, പക്ഷെ അങ്ങോട്ട് അടുക്കണില്ല. അല്ല, ക്യാരക്ടർ അതല്ല. അതായത് ഒരു വാശി ഇങ്ങോട്ട് കയറിയ പിന്നെ അതിന്റെ മുകളിലാണ് രക്ഷയില്ല. ഈ സ്വാഭാവികമായിട്ട് അമ്മയുടെ ഭാഗത്തുനിന്ന് തോന്നി വരുമ്പോ നല്ല സമയം എടുക്കും. അമ്മാവനൊന്നും വിചാരിക്കരുത്. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞാല് ഒന്ന് കൂടെ നിൽക്കുവോ? ഇതുവരെ അങ്ങനെയല്ല നിന്നിട്ടുള്ളത്. കാര്യം എന്താന്ന് പറയാ? അല്ല, ഇതിപ്പോ അമ്മക്ക് ഇത് ഉള്ളിൽ നിന്ന് തോന്നണമെങ്കിൽ നമ്മള് കൃത്രിമമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അമ്മനൊരു 1-2 ദിവസം വയറിളക്കി കിടത്തി കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിലെ പണിയും അമ്മനെ ബാത്റൂമിൽ കൊണ്ടുപോകലും അലക്കലും എല്ലാം ഷാഹിന ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും. അപ്പൊ അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നൂലേ അമ്മക്ക്? നീ എന്തീ പറയണത്? ഇന്നലെ വന്നവൾക്ക് വേണ്ടിട്ട് ചേച്ചിനെ വയറിളക്കി കിടത്താൻ ഇതിലത്ര പേടിക്കാനില്ല അമ്മാവാ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റേ കണക്ക് മാഷ അപ്പുക്കുട്ടൻ സാറിന് അറിഞ്ഞൂടെ? അപ്പുക്കുട്ടൻ സാർ എന്നെയാണ് ചായ മേടിക്കാൻ വിടണം എപ്പോഴും. ഒരു ദിവസം ഞാനൊരു കണക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് പുള്ളി എന്നെ അച്ചാലും പിച്ചാലും അങ്ങോട്ട് തല്ലി. എനിക്ക് ദേഷ്യവും സങ്കടവും ഒന്നും സഹിക്കാൻ പറ്റാതിരിക്കുമ്പോ, എടാ അമ്പിളി പോയി ചായ മേടിച്ചോണ്ട് പോടാ. ഞാൻ ചായ മേടിക്കാൻ പോയപ്പോ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു വയറിളക്കണ ഗുളിക മേടിച്ചിട്ട് അതിൽ കലക്കി കൊണ്ടുവന്ന് കൊടുത്ത്. പിന്നെ 1-1.5 മാസത്തൊക്കെ അപ്പുക്കുട്ടൻ സാറ് സ്കൂളിൽ വന്നിട്ടില്ല. 1.5 മാസം ചേച്ചീനെ
അമ്മേനെ 1.5 മാസം കിടത്തണ്ട. അത് 300 mg ആണ് ഞാൻ കൊടുത്തത് അപ്പുക്കുട്ടൻ സാറിന്. അമ്മക്ക് 10 mg മതി. 2 ദിവസം കിടന്നാ മതി. നിനക്കല്ല കണക്കും കൃത്യമായിട്ട് അറിയാലേ. അത് നമ്മൾ ഇത്രയും ചാനൽ കൈകാര്യം ചെയ്യണല്ലേ അമ്മാവ. ഞാനേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ഗുളിക മേടിച്ചുകൊണ്ട് വരാം. അമ്മാവന് അതിനുള്ളൊരു സാഹചര്യം ഒന്നും ഒരുക്കും. പേടിക്കാനൊന്നുമില്ല. വയറിനും നല്ലതാണ്, നമ്മുടെ വീടിനും നല്ലതാണ്, എനിക്കും നല്ലതാണ്, അമ്മാവനും നല്ലതാണ് കേട്ടാ. പക്ഷെ എന്നാലേ ചേച്ചിയുടെ ചാനൽ ഇളക്കി അല്ല വയറിളക്കി കെടുത്താന്ന് പറയുമ്പോ ഉള്ളൊരു അമ്മാവ് ഇതെല്ലാവരും ചെയ്യണതാണ്. ഈ ടെംപ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ അമ്മാവനും കഴിച്ചോ, നല്ലതാണേ. ഞാൻ എന്തിനാ കഴിക്കണത്? ഞാൻ ആരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. എന്റെ അമ്മയുടെ അസുഖം മാറ്റാൻ വയറൊന്ന് ക്ലീൻ ചെയ്യണ ഒരു മോൻ, അത്രയും കരുതിയാ മതി. ഇപ്പൊ തൽക്കാലം അപ്പൂട്ടൻ സാറിനും അമ്മയ്ക്കും മാത്രം കൊടുത്തി നിർത്ത്. എന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവരല്ലേട്ടോ. അല്ല ഞാൻ നിന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്, പറയാൻ പറ്റില്ല. ചായയൊക്കെ എപ്പോഴും ഞാൻ കുടിക്കണതാണേ. നല്ലതാണെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അത് വേറെ ഉപദ്ര പോലെ പിടിച്ചു നിക്കണ്ടേ കേട്ടാ. ശരി, പോയിട്ട് വരാം. എല്ലാ ഉടായ്പും പഠിച്ചു വെച്ചേക്കാം. നിനക്ക് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്നെയും കവർ ചെയ്ത് മന്ത്രി വരെ ആവും. എന്നാലും സോറി ചേച്ചി. ഞങ്ങളെന്താ പറയാനാ? എന്താ പേരോ? ഷാഹിന. അതെ, അങ്ങനെ കണ്ടാന്നാ തോന്നുന്നത്. അങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. ആ ഡീ, ഗണേശനും കൊച്ചുരാമേന്ദ്രനും ഒക്കെ അറിഞ്ഞിരിക്കുന്നു. പിന്നെ അറിയാതെ അതിനാണോ പാട്? അത് ഇപ്പോഴത്തെ കാലത്ത്. നിങ്ങൾ ആ ഫോണൊന്ന് ഓഫാക്കി വെക്കാവോ? നാട്ടുകാർ മുഴുവൻ വിളിയോട് വിളി. ഇതുവരെ വിളിക്കാത്ത ബന്ധുക്കളടക്കപ്പോൾ വിളിക്കാൻ തുടങ്ങിയില്ലേ? എന്തോ ഒരു ഉത്സാഹം.